നിങ്ങളെല്ലാവരും തമ്പനിയിലൊക്കെ കണ്ട് വളരെ വിഷമത്തോടെയായിരിക്കും ഈ വീഡിയോ കാണാൻ വന്നിരിക്കുന്നത്. ഞാൻ നിങ്ങളൊരു യാഥാർത്ഥ്യം പങ്കുവെക്കാനാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഞാൻ 1 വർഷം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. നിങ്ങളുടെ സീനിയേഴ്സ് +1 എക്സാമിനേഷന് ഏതെങ്കിലും സബ്ജക്റ്റുകൾക്കൊക്കെ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മാർക്ക് കൂട്ടാൻ ഒരു അവസരമായിട്ട് ഇംപ്രൂവ്മെൻ്റ് എക്സാം എന്ന് പറയുന്ന എക്സാമിനേഷൻ ഉണ്ടായിരുന്നു. 3 സബ്ജക്റ്റ് വരെ അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാറുണ്ട്. പല കുട്ടികൾക്കും മാർക്ക് കുറഞ്ഞു പോയി ഫുൾ A+ലോട്ട് എത്തിയില്ല, അല്ലെങ്കിൽ ഫുൾ മാർക്കിലോട്ട് എത്താൻ അവരെ സഹായിച്ചതും ഈ ഇംപ്രൂവ്മെൻ്റ് എക്സാമിനേഷൻ തന്നെയായിരുന്നു. ആ ഒരു വലിയൊരു അവസരമാണ് നിങ്ങൾക്ക് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കാം, സാർ ഞങ്ങൾക്ക് ഇംപ്രൂവ്മെൻ്റ് എക്സാമിനേഷൻ ഇല്ലേ? മക്കളെ, നിങ്ങൾക്ക് ഇംപ്രൂവ്മെൻ്റ് എക്സാമിനേഷൻ ഉണ്ട്. അത് ഉള്ളതും ഇല്ലാത്തതൊക്കെ കണക്ക് തന്നെയാണ്. അതെന്തുകൊണ്ടാണെന്നല്ലേ, നിങ്ങളുടെ +2 ബോർഡ് എക്സാമിൻ്റെ കൂടെ ആയിരിക്കും നിങ്ങൾ ഇനി മുതൽ ഇംപ്രൂവ്മെൻ്റ് എക്സാം എഴുതാൻ പോകുന്നത്. +2 നമ്മൾ നോക്കുകയാണെങ്കിൽ +2ലാണ് നമുക്ക് കുറേ കാര്യങ്ങൾ വരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കവിടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ വരുന്നുണ്ട്. അത് ഫെബ്രുവരി കാലഘട്ടത്തിലായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് മോഡൽ എക്സാമിനേഷൻ വരുന്നുണ്ട്. ഇതിനൊക്കെ നമ്മൾ ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ +2 മാത്രമായിരിക്കും നമ്മൾ പഠിക്കുന്നത്. +1 നമ്മൾ ആ സമയത്ത് പഠിക്കാൻ തുനിയത്തില്ല. മാത്രമല്ല, നമ്മുടെ ബോർഡ് എക്സാം +2 ബോർഡ് എക്സാമിൻ്റെ കൂടെയാണ് നമ്മുടെ ഇംപ്രൂവ്മെൻ്റ് എക്സാമിനേഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ ഇംപ്രൂവ്മെൻ്റ് എക്സാമിനേഷന് പഠിക്കുമോ +2 ബോർഡ് എക്സാമിനേഷന് പഠിക്കുമോ? ഇത് വലിയൊരു ചോദ്യചിഹ്നമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു ഇംപ്രൂവ്മെൻ്റ് എക്സാം ഉള്ളതും ഇല്ലാത്തതൊക്കെ നിങ്ങൾക്ക് കണക്ക് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഒരൊറ്റ അവസരം മാത്രമേ ഉള്ളൂ. +1 നിങ്ങൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇംപ്രൂവ്മെൻ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്ന ഒരു സംഗതി നിങ്ങൾ ആലോചിക്കുക കൂടി വേണ്ട മക്കളെ. അതുകൊണ്ട് തന്നെ നിങ്ങൾ +1ലെ ക്ലാസ്സുകൾ ആദ്യം മുതൽ തന്നെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അന്നന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അന്നും തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. നിങ്ങളുടെ സ്കൂളിലെ ക്ലാസ്സുകൾ മനോഹരമാണെങ്കിൽ നിങ്ങൾ അത് തന്നെ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. ഇനി ചില കുട്ടികൾ കാണും, ചില സബ്ജക്റ്റുകൾ അവർക്ക് വളരെ പ്രയാസമായിരിക്കും. അവർക്ക് 1, 2, 3 പ്രാവശ്യം കേട്ടെങ്കിൽ മാത്രമേ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അവർക്കൊരു എക്സ്റ്റേണൽ സപ്പോർട്ട് ആവശ്യമുള്ള വിദ്യാർത്ഥികളായിരിക്കാം. അവർക്ക് വേണ്ടിയാണ് നമ്മുടെ സൈലത്തിൻ്റെ അഗ്നി ബാച്ച് എന്ന് പറയുന്നത്. നമ്മുടെ അഗ്നിയുടെ ഫസ്റ്റ് ബാച്ചിൻ്റെ ക്ലാസ്സുകൾ 2 മാസമായിട്ട് നടക്കുന്നുണ്ട്. 3-4 ചാപ്റ്ററൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം നമ്മുടെ അഗ്നി ബാച്ചിൻ്റെ സെക്കൻഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ജൂലൈ 10-നാണ് നമ്മൾ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. കേരളത്തിലെ നമ്പർ 1 ഫാക്കൽറ്റീസ് ആയിരിക്കും നിങ്ങൾക്ക് അവിടെ ക്ലാസ്സുകൾ എടുക്കുന്നത്. ഡെയിലി ലൈവ് ക്ലാസ്സുകൾക്ക് പുറമെ ഡൗട്ട് ക്ലിയറൻസ് സെക്ഷനുകളും എക്സാം സീരീസുകളുമാണ് നിങ്ങളുടെ അഗ്നി ബാച്ചിൽ കാത്തിരിക്കുന്നത്. അപ്പോൾ മക്കളെ, അഗ്നി ബാച്ചിലോട്ട് പോവാം. നമുക്ക് ഈ +1 സിമ്പിളായിട്ട്, അടിപൊളിയായിട്ട്, പവർഫുള്ളായിട്ട് എന്ത് ചെയ്യാം, പഠിച്ച് എടുക്കാം. അപ്പോൾ അഗ്നി ബാച്ചിൽ കാണാം. ബൈ.